റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ് ഓർ കളറുകളുടെ പുനഃസംയോജനം. അതിനില്ലാത്തതുകൊണ്ട് മലയാളം പറഞ്ഞു വിടാം, ചില വാക്കുകൾ അറിയത്തില്ല. റീകോമ്പിനേഷൻ ഓഫ് കളേഴ്സ്. നമ്മൾ ആദ്യം പറഞ്ഞു നമ്മളുടെ ലൈറ്റ് അല്ലെ സൺലൈറ്റ് എന്ന് പറയുന്നത് വൈറ്റ് ആണ് അല്ലേ. വൈറ്റ് ലൈറ്റ് ഡിസ്പേഴ്സൺ സംഭവിക്കും. ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ പ്രകീർണനം. ഡിസ്പേഴ്സൺ നടക്കുമ്പോൾ എന്നാ പറ്റും? അതതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളറായിട്ടുള്ള വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, റെഡായി മാറും. ഓക്കെ, ഇതാണ് ആക്ച്വലി ഒരു പ്രിസത്തിൽ സംഭവിക്കുന്നത്. And we considering one prism, if the light ray or the white light is coming from outside and when it enter through our prism, it make dispersion അല്ലേ. അത് ഏതൊക്കെ കളറായി മാറും എന്ന് നമ്മൾ പറഞ്ഞത്? താഴത്തേക്ക് ഏത് വരും? താഴത്തേക്ക് ഏറ്റവും വളഞ്ഞു വരുന്നത് ഏതാ? ഈ വശത്തേക്ക് വയലറ്റ്. വയലറ്റ് ഏറ്റവും താഴേക്ക് വളഞ്ഞു വരും. റെഡ് എന്നാ പറ്റും? ഏറ്റവും മുകളിൽ വരും. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാ. അപ്പം ലൈറ്റ് സ്പ്ലിറ്റ് ആയി അല്ലേ. ഇനി ഈ സ്പ്ലിറ്റ് ആയ കളറുകളെ വീണ്ടും തിരിച്ച് വൈറ്റ് ലൈറ്റ് ആകാൻ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റൊരു പ്രിസം, ഇതാണ് ഇതിൻ്റെ ബേസ് എങ്കിൽ അതിൻ്റെ എതിർവശത്ത് ബേസ് വന്ന പോലെ ഒരു പ്രിസം ഇങ്ങനെ വെക്കണം. മീൻസ് ഇങ്ങനെ ഒരു പ്രിസം കൂടി വെക്കണം. ശരിക്കും പറഞ്ഞാൽ ഒരു എന്നാ പറയണ, ഒരു സമപാർശ്വ അല്ലേ, ഒരു സാമാന്തരിക ഷേപ്പ് ഒക്കെ വരും. അപ്പോൾ എന്നാ പറ്റും? ദ ലൈറ്റ് ഈസ് അഗെയിൻ റീകമ്പൈൻഡ്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് വയലറ്റ് ആകും. റെഡ് അവിടെ നിന്ന് അങ്ങോട്ട് വന്നിട്ട് ഇവിടെ വെച്ച് വീണ്ടും ജോയിൻ ചെയ്യും. ആൻഡ് ഇതിൻ്റെ ഔട്ട്പുട്ടിലോട്ട് ഏത് കളറായിട്ട് കിട്ടും? വൈറ്റ് ആയിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ടിലോട്ട്. ഓക്കെ, അത് നന്നായിട്ട് ചിന്തിച്ചു വേണം. ഇത് വൈറ്റ് ലൈറ്റ് ആയിരുന്നു. വൈറ്റ് ലൈറ്റ് നമ്മുടെ പ്രിസത്തിൽ കയറി. വൈറ്റ് ലൈറ്റ് നമ്മുടെ പ്രിസത്തിൽ കയറി കഴിഞ്ഞപ്പം അത് അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. രണ്ടാമതൊരു പ്രിസം കൂടി വെച്ചപ്പം ആ കളറുകൾ വീണ്ടും റീകമ്പൈൻ ചെയ്ത് പുറത്തു വന്നു. ഇതും വൈറ്റ് ലൈറ്റ് ആണ്, ഇതും വൈറ്റ് ലൈറ്റ് ആണ്. അപ്പൊ റെഡിന് അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ടോ? ഈ ഇറങ്ങുന്നിടത്തോ അതോ ഇവിടെയോ? ഇവിടെ എല്ലാത്തിനും സംഭവിക്കൂടോ. ഈ എഡ്ജിലും റിഫ്രാക്ഷൻ സംഭവിക്കും, ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കും, ഇവിടെയും റിഫ്രാക്ഷൻ സംഭവിക്കും, ഇവിടെ നടക്കും. കാരണം വെച്ചാൽ ഇതിനിടയ്ക്ക് എന്തുണ്ട്? എയർ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ ആദ്യം ഒരു പ്രിസം വെക്കുന്നു. അപ്പോൾ പ്രിസത്തിലേക്ക് കയറുന്ന ഇവിടെ തന്നെ റിഫ്രാക്ഷൻ അല്ല അപവർത്തനം സംഭവിക്കും. പ്രിസത്തിന് രണ്ടിനും ഇടയ്ക്ക് എയർ ഉള്ളതിനാൽ പ്രിസത്തിൽ നിന്ന് എയറിലോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ വെച്ച് ഒരെണ്ണം നടക്കും. എയറിന് വേണ്ടി പ്രിസത്തിലേക്ക് കയറുമ്പോൾ ഇവിടെ വെച്ച് നടക്കും. പിന്നെ ഇവിടെ ഇറങ്ങുമ്പോൾ നടക്കും. അപ്പോൾ ഒരു കളർ മാത്രം എടുത്താൽ അതിന് ഇവിടെ വെച്ച് 1 നടന്നു, ഇവിടെ വെച്ച് 2 നടന്നു, ഇവിടെ വെച്ച് 3 നടന്നു, ഇവിടെ വെച്ച് 4 നടന്നു. അപ്പം ഈ കോമ്പിനേഷൻ ഓഫ് കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ലൈറ്റ് ഒരു പ്രിസത്തിലോട്ട് കയറുമ്പം അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻറ്റ് കളറായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതിനെ നമ്മൾ ഡിസ്പേഴ്സൺ അല്ലെങ്കിൽ പ്രകീർണനം, മലയാളം കൂടി ഒന്ന് എഴുതിയേക്കാം, പ്രകീർണനം എന്ന് പറയും. ഈ പ്രകീർണനം നടന്ന ലൈറ്റിനെ വീണ്ടും, ഇതാണ് ഇതിൻ്റെ ബേസ് എങ്കിൽ, ബേസ് എന്ന് പറഞ്ഞാൽ അടിഭാഗം, ഒരു വശം അതിൻ്റെ ട്രാൻസ്പെറൻ്റ് അല്ലായിരിക്കും. അതിൻ്റെ ബേസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ എയറിലൂടെ കടത്തിയിട്ട് വേറൊരു പ്രിസം വെച്ച് കഴിഞ്ഞാൽ ആ പ്രിസത്തിലൂടെ കടന്ന് പുറത്ത് വരുമ്പോൾ വൈറ്റ് ലൈറ്റ് കിട്ടും. ഇതിനെയാണ് പ്രകാശത്തിൻ്റെ റീകോമ്പിനേഷൻ അല്ലെങ്കിൽ പുനഃസംയോജനം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. ഇനി ഇത് തന്നെയാണ് നമ്മളുടെ പേജ് നമ്പർ 111 കണ്ടോ, 141 കണ്ടോ? നമ്മളൊരു റൊട്ടേറ്റിംഗ് ഇതുണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സർക്കുലാർ ഡിസ്ക് ഉണ്ടാക്കി, അതിൽ ഈ പറയുന്നത് പോലെ എല്ലാ കളറുകളും അതിൻ്റെ സെൻട്രൽ നമ്മൾ കൊടുത്ത്, ഇവിടുന്ന് ഇപ്പം നമ്മൾ സെൻട്രലിൽ നിന്ന് ഒരു റീജിയനിലേക്ക് വയലറ്റ് കൊടുത്ത്,
അടുത്തതായിട്ട് നമ്മൾ ഒരു ഇൻഡിഗോ കളർ കൊടുത്ത് അടുത്തതായിട്ട് നമ്മൾ നീല കളർ കൊടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ പച്ച കളർ കൊടുത്ത് അത് കഴിഞ്ഞ് ഏത് കൊടുക്കണം പറഞ്ഞേ? പച്ച മഞ്ഞ മഞ്ഞ കൊടുത്തു. പിന്നെ നമ്മൾ അത് കഴിഞ്ഞൊരു ഓറഞ്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു റെഡ് കൊടുത്തു. ഇങ്ങനെ ഒരു ഇതെണ്ണം ഉണ്ടാക്കി വെച്ച് ഇതിനകത്ത് മുഴുവൻ കളർ ഫില്ല് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? പിന്നെ നടുക്കൂടെ ഒരു പേന തുളച്ചിറക്കി ഒരു പമ്പരം പോലെ ആക്കി വെച്ച് അതിനെ ഞാൻ ഒറ്റ കറക്കം കൊടുത്തു. നമ്മൾ ഏത് കളറായിരിക്കും കാണുന്നത്? റെഡ് അല്ല, വൈറ്റ് കാണും. മനസ്സിലായ ഉത്തരം തെറ്റിപ്പോകുന്നത്? നമ്മൾ കറക്കി കഴിയുമ്പോൾ നമ്മൾ കാണുന്ന ലൈറ്റാണ് വൈറ്റ്. ഈ കളർ എല്ലാം എന്നാ ചെയ്യും? റീകമ്പൈൻ ചെയ്യും. എല്ലാ കോൺസ്റ്റിറ്റ്യൂവന്റ് കളറും വീണ്ടും പുനഃസംയോജിച്ച് ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വൈറ്റ് കിട്ടും. ഇതിന്റെ റീസൺ എന്തായിരിക്കും? ഓരോ കളറും കാര്യം പറഞ്ഞാൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോണില്ലേ? വയലറ്റ് കടന്നു പോകുന്നുണ്ട്, ഇൻഡിയോ കടന്നു പോകുന്നുണ്ട്, നീല കടന്നു പോകുന്നുണ്ട്, പച്ച കടന്നു പോകുന്നുണ്ട്, ഓറഞ്ച് കടന്നു പോകുന്നുണ്ട്, ചുവപ്പ് കടന്നു പോകുന്നുണ്ട്. ഒരു സെക്കൻഡ്. ഭയങ്കര ചൂട്. നാളെ മുതലുള്ള വെയിൽ കൊള്ളല്ലേ കേട്ടോ. ഇന്ന് വാർത്ത ഉണ്ടായിരുന്നു. സൂര്യതാപം ഏറ്റൊന്നും വരുത്തി വെച്ചേക്കല്ലേ, എല്ലാത്തിനും രോഗങ്ങളുടെ പെരളയാ. അപ്പം ഈ വൈറ്റ് ലൈറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തത്? അല്ലെങ്കിൽ നമ്മൾ പറയല്ലേ ഒരു മാജിക്കുകാരൻ മാജിക്ക് കാണിക്കുന്നു, അങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു മാജിക്കുകാരൻ മാജിക്ക് കാണിക്കുമ്പം ഒരു പെട്ടെന്ന് ചിലപ്പം ഒരു ബോൾ ചെവിയിൽ നിന്ന് എടുക്കും, പെട്ടെന്ന് കയ്യിൽ നിന്ന് എടുക്കും. എന്തുകൊണ്ടാണ്? ശരിക്കും ഇത് അവിടെ എല്ലാം ബോൾ വെച്ചിരിക്കുന്നതാണോ? എന്തുകൊണ്ടാണ് നമുക്ക് അദ്ദേഹം എന്നാ ചെയ്യുന്നതെന്ന് കാണിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഇതാണ്. നമ്മുടെ കണ്ണിന് ഒരു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ അല്ലെങ്കിൽ ഒരു വീക്ഷണ സ്ഥിരതയുണ്ട്. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഓർ മലയാളത്തിൽ വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/16 സെക്കൻഡാണ്. 16ൽ 1 സെക്കൻഡ്. അതായത് ഒരു സെക്കൻഡിനെ 16 കണ്ടിച്ചാൽ നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതാണല്ലോ ഒരു സെക്കൻഡ്. അതിന്റെ 16 ആകുമ്പം വളരെ ചെറിയ സമയമല്ലേ. അതിനു മുമ്പ് ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ കണ്ണിന് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാണ് എല്ലാം കാണും. നമ്മളൊരു ടോർച്ച് ഇങ്ങനെ വട്ടത്തിൽ കറക്കും, വളരെ സ്പീഡിൽ വട്ടത്തിൽ കറക്കുവാണെങ്കിൽ നമുക്കൊരു വട്ടത്തിൽ അതൊരു ഗോളമായിട്ടല്ലേ തോന്നുള്ളൂ. എല്ലായിടത്തോടെ ഈ വൈറ്റ് ലൈറ്റ് ഓടി ഓടി പോകുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. കാരണം എന്നാണ്? അവർ ഐ ഹാസ് എ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. 1/16 സെക്കൻഡ് അതിനെ ചെയ്ത് കഴിഞ്ഞാൽ 0.0625 കിട്ടും സെക്കൻഡ് കിട്ടും. ഈ വാല്യൂ വ്യത്യാസത്തിൽ രണ്ട് കാര്യം നടന്നാൽ മാത്രമേ നമുക്ക് ആ രണ്ട് കാര്യങ്ങൾ നടന്നു എന്ന് കാണാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അത് രണ്ടും നമുക്ക് ഒന്നായി തോന്നും. ചോദിക്കലക്സേ. സാർ അപ്പൊ ഈ സർക്കിളിലിട്ട് ഈ കളറെല്ലാം പെട്ടെന്ന് ബമ്പരിച്ചിട്ട് ഭയങ്കര സ്പീഡ് കൊണ്ടാണോ അത് കാണാൻ പറ്റാത്ത വൈറ്റ് ആയിട്ട് കാണുന്നത്? അത് വൈറ്റ് ആയിട്ട് കാണുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു. റീകോമ്പിനേഷൻ തന്നെയാണ്. മനസ്സിലായോ? എന്നായും ദീസ് കളേഴ്സ് ആർ the constituent colors are again recombined അല്ലെങ്കിൽ പുനഃസംയോജനം നടന്നിട്ട് ഒറ്റ വൈറ്റ് കളറായി മാറും. ഇത് ഞാൻ പറഞ്ഞ അടുത്തൊരു കണ്ടീഷൻ ഇനി പറയാൻ പോകും. പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അവിടെ കണ്ടോ? അതായത് അത് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ഇതിനകത്തും കൂടെ എഴുതണം. കാരണം എന്താണെന്ന് വെച്ചാൽ 1/16 സെക്കൻഡിന് മുമ്പ് ഓരോ കളറും നമ്മുടെ കണ്ണിലൂടെ കടന്നു പോയില്ലേ. നമുക്ക് ഓരോ കളറിനെയും സംയോജിച്ച് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇതിന്റെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പറഞ്ഞാൽ മതി. ഇപ്പം നന്നായിട്ട് ആൻസർ ആയില്ലേ? ഇങ്ങനെ പറഞ്ഞാൽ മതി. പിന്നെ ഡിഫറെന്റ് കളർ ഓർ കളർ വീൽ അല്ലെങ്കിൽ അതിനെ നമ്മൾ ന്യൂട്ടൺസ് കളർ ഡിസ്ക് എന്നാണ് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിന്റെ പേരിനാണ്. ഇതെല്ലാം പുസ്തകത്തിലുണ്ടല്ലോ, ഒന്നും അറിയത്തില്ല നിങ്ങൾക്ക്. ന്യൂട്ടൺസ്
കളർ റിംഗ് ഓർ കളർ ഡിസ്ക്. ന്യൂട്ടൺസ് കളർ ഡിസ്ക് നമ്മൾ ഹൈ ഫാസ്റ്റിൽ റൊട്ടേറ്റ് ചെയ്യുമ്പം ഈച്ച് കളർ റൊട്ടേറ്റ് എത്രയാണ്? ലെസ് ദാൻ 1/16 സെക്കൻഡ്. Then we cannot see the colors separately. We see it as a combination of all these colors and that is white. കൃത്യല്ലേ? അതുപോലെ സാറേ അതൊന്നുകൂടെ ഒന്ന് പറയാമോ? ഈച്ച് കളർ റൊട്ടേറ്റ് ലെസ് ദാൻ 1. അതെ, അത് റെക്കോർഡ് ഒന്നുകൂടെ കൂടണം നിങ്ങളെ ക്ലാസ്, എന്നിട്ട് നോട്ട് എഴുതിയാൽ മതി. അത് നല്ലത്. അല്ലെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് മലയാളത്തിൽ ഒന്നുകൂടെ പറയാം. ഓരോ കളറുകളും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ന്യൂട്ടന്റെ കളർ ഡിസ്കിൽ വെച്ച്. പക്ഷെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു? ഓരോ കളറുകളും നമ്മുടെ കണ്ണിലൂടെ കടന്നു പോകുന്നതിന്റെ വേഗത എന്ന് പറയുന്നത് 16 സെക്കൻഡിനേക്കാൾ കുറവാണ്. കുറവായി കഴിയുമ്പോൾ നമുക്ക് ഓരോ കളറിനെയും സെപ്പറേറ്റ് ആയി കാണാൻ പറ്റില്ല. പകരം എന്ത് സംഭവിക്കും? ഈ കളറുകളെല്ലാം കമ്പൈൻ ചെയ്ത് റീകമ്പൈൻ ചെയ്യുമ്പോൾ കിട്ടുന്ന വൈറ്റ് ലൈറ്റ് ആയിട്ടാണ് ന്യൂട്ടന്റെ കളർ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത്. കൃത്യമാണല്ലോ ആൻസർ? ഓക്കെ, മനസ്സിലായല്ലോ? സോ നെക്സ്റ്റ് ഹെഡിങ്, സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ് ഇത്തിരി ആപ്ലിക്കേഷനിൽ ചോദിക്കുന്ന ചോദ്യമാണ്. പണ്ടൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ കളർ ഡിസ്ക് ഒക്കെ ഓരോ കുട്ടികളും ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണമായിരുന്നു. എന്നിട്ട് പേന കൊണ്ട് തന്നെ നമ്മൾ കറക്കി വൈറ്റ് ആകുന്ന കാണുമായിരുന്നു. പ്യുവർ വൈറ്റ് കാണില്ല, ഒരു ബ്ലൂയിഷ് വൈറ്റ് പോലെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയപ്പോഴൊക്കെ എനിക്ക്. റെഡ് ഒന്നും ഒരിക്കലും വരത്തില്ലേ? ചെറുതായിട്ട് സ്പീഡ് കുറയുമ്പോൾ മാത്രമേ ഉള്ളൂ. ശരിക്കും നമ്മുടെ കണ്ണിന് അത്ര സ്പീഡ് കാണാൻ പറ്റില്ലല്ലോ. പമ്പരം കറങ്ങുന്നതിനും കറങ്ങി പോവല്ലേ. ഇപ്പൊ പമ്പരത്തിന്റെ മുകളിലും അല്ലെ സൈഡിലൊക്കെ പല പല കളർ ഉണ്ടല്ലോ. ഇത് കറങ്ങി കഴിഞ്ഞാൽ ഒറ്റ കളറായിട്ടല്ലേ നമുക്ക് തോന്നുള്ളൂ. അതാണ് അതിന്റെ കാരണം, അത്രേ ഉള്ളൂ. ഒരു ചക്രം കത്തിച്ച് നിലത്തിട്ട് കഴിഞ്ഞാൽ തീപ്പൊരി തെറിച്ച് അങ്ങനെ ഒരു വട്ടത്തി ഒരു സാധനം ഉണ്ടാകുന്നല്ലാതെ ഇതിങ്ങനെ പട്ടത്തി അനങ്ങാതെ കറങ്ങുന്നതോ തിരിച്ചറിയാനും നമുക്ക് പറ്റിയല്ല. ഹൈ റൊട്ടേറ്റിംഗ് ആയ ഒരു സാധനത്തെ എത്ര പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ പല പല പെയിന്റ് അടിച്ചിട്ട് ഇങ്ങനെ കറക്കി കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ചേരുന്ന ഒരു കളറായിട്ടേ നമുക്ക് തോന്നുള്ളൂ. ഇവിടെ ഇത് വിബ്ജിയോറിന്റെ കളർ ആയതുകൊണ്ട് അതെല്ലാം കൂടെ ചേർന്ന് വൈറ്റ് ആയിട്ട് തോന്നും. സോ നെക്സ്റ്റ് ഹെഡിങ്, സ്കാറ്ററിംഗ്. അതിന്റെ മലയാളം വിസരണം. സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളി എന്നാണ്? ലൈറ്റ് റേ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് വരുന്നു. ഇപ്പം നമുക്കറിയാം സൂര്യനിൽ നിന്നാണ് ഇത് ട്രാവൽ ചെയ്ത് വരുന്നതെന്നിരിക്കട്ടെ. സൂര്യനിൽ നിന്ന് ട്രാവൽ ചെയ്ത് വന്നു കഴിയുമ്പം ഇതെന്നാ ചുറ്റും? ഇവിടെ നമ്മുടെ എർത്ത് ഇരിക്കുക. എർത്തിന് ചുറ്റും എന്നാ ഉണ്ട്? ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലേ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്നാണ്? പല പല ഡെൻസിറ്റി ഓഫ് ലെയറുകൾ ചേർന്ന അല്ലേ. നമ്മളന്ന് സ്റ്റാറിന്റെ ട്വിങ്കിളിംഗ് ഒക്കെ പറഞ്ഞ ഒരു കണ്ടിന്യൂസ് റിഫ്രാക്ഷൻ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവിടെ ഇങ്ങോട്ട് ഓക്സിജൻ, ഹൈഡ്രജൻ, എല്ലാ ഗ്യാസുകൾ, പൊടിയുണ്ട്, പൊടിപടലങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഈ വരുന്ന സൺലൈറ്റ് ഇവിടെ വന്ന് കയറിക്കഴിയുമ്പം എന്നാ പറ്റും? ഈ പറഞ്ഞ പോലെ ഇവിടെ ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഉണ്ടല്ലേ. അതേ ഇടിച്ചേച്ച് കുറച്ചെണ്ണം തിരിച്ചങ്ങ് പോകും. ചിലപ്പോൾ ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇവിടെ ഇടിച്ചിങ്ങ് പോകും, ചിലപ്പോൾ ഇവിടെ തിരിച്ച് ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ ഇവിടുന്ന് തിരിച്ച് ഇടിച്ച് ഇങ്ങോട്ട് പോകും, ചിലപ്പോൾ തിരിച്ച് ഇവിടുന്ന് ഇടിച്ച് ഇങ്ങോട്ട് പോകും. ഓക്കെ, അപ്പോഴാണ് ഏത് കളറാണോ ഇടിച്ച് അങ്ങനെ സ്കാറ്റർ ചെയ്ത് നടക്കുന്നത് ആ കളറിലാണ് നമ്മൾ സ്കൈ കാണുന്നത്. മനസ്സിലായോ? ഇത് തന്നെയാണ് നമ്മൾ വെള്ളത്തിന് നീല കളർ എന്ന് പറയലേ. പക്ഷെ വെള്ളത്തിന് ആക്ച്വലി കളർ ഇല്ല. പക്ഷെ നമ്മൾ എന്നാ നീല കളറിൽ സീ അല്ലേ, വെള്ളത്തിന് നീല കളറിൽ കടലിലല്ലേ കുളത്തിലൊക്കെ കാണാൻ കാരണം ഇതാണ്. ഇങ്ങനെ ഇരിക്കും, ലൈറ്റ് റേ വന്ന് വീണിട്ട് എന്നാ പറ്റും? സ്കാറ്ററിങ്. റെഡും അങ്ങനെ വേവ് ലെങ്ത് കൂടിയതെല്ലാം കടന്നു പോകും. അപ്പം ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്ന ആർക്കായിരിക്കും? ബ്ലൂ, വയലറ്റ്, ഇൻഡിഗോ എന്നിവയ്ക്കായിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന ഒരു ബ്ലൂ കോമ്പിനേഷൻ കളറായിട്ട് നമുക്ക് കാണപ്പെടും. ഇത് കാണപ്പെടുന്നത് ആകാശം നീല നിറത്തിൽ കാണപ്പെടുന്നത് നൂൺ അല്ലെങ്കിൽ ഉച്ച സമയത്താണ് അല്ലേ.
വൈകുന്നേരം ആകുമ്പോ എന്നാ പറ്റുന്ന ഞാൻ ഇന്നലെ പറഞ്ഞേ, കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ. ചുവപ്പ് റെഡ് ആവും. എന്ന് വെച്ചാല് ഇവിടെ ഹൊറിസോൺ ഉണ്ട്. ഈ ഹൊറിസോണിന് താഴെ സൂര്യൻ പോയി കഴിയുമ്പം ഭൂമിയിൽ നിന്ന് സൂര്യൻ ഏറ്റവും അകലെയാവും. മനസ്സിലായോ? ഇവിടുന്ന് ലൈറ്റ് റേ ഇങ്ങനെ വളഞ്ഞു വരും. ഇങ്ങനെ വളഞ്ഞു വരുമ്പോൾ എന്നാ പറ്റുന്ന വെച്ചാല് ഇവിടെ വരെയും മന്നം, നമ്മുടെ കണ്ണ് വരെയും മന്നം. ഇവിടെ വന്നു കഴിയുമ്പം നീലയൊക്കെ ഇടിച്ച് തിരിച്ചു പോകും. ഏറ്റവും കൂടുതൽ ദൂരെ സഞ്ചരിക്കാൻ ആർക്ക് മാത്രമേ പറ്റുള്ളൂ? റെഡിന് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്ന ആർക്കായിരിക്കും? റെഡിന്. അപ്പം സ്കാറ്ററിങ് കാരണമാണ് മോർണിംഗിലും ഈവനിങ്ങിലും ആകാശം റെഡിഷ് കളറ് അല്ലെങ്കിൽ ഒരു ഓറഞ്ച്, റെഡിഷ് തന്നെയാ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ, റെഡിഷ് കളറിൽ കാണപ്പെടുന്നത്. അറ്റ് ദാറ്റ് ടൈം ദ സൺ ഈസ് ദ ലാർജസ്റ്റ് ഡിസ്റ്റൻസ് ആൻഡ് ദ ഓൺലി കളർ വിച്ച് ഹാസ് ദ മാക്സിമം വേവ് ലെങ്ത് റീച്ചസ് ടു അവർ ഐസ്. സണ്ണ് മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും. ഏറ്റവും അകലെയായിരിക്കും. ശരിക്കും പറഞ്ഞാല് ഒന്നുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ ഈ പിക്ചർ മുഴുവൻ ഞാൻ വരച്ച് കാണിക്കാം. ഇതാണ്, സോറി വൺസ് അഗൈൻ റിപ്പീറ്റിംഗ്, ദിസ് ഈസ് അവർ എർത്ത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ ഈ വശത്തോട്ട് ഇവിടെ പടിഞ്ഞാറുണ്ട്, അവിടെ പടിഞ്ഞാറുണ്ട്. അപ്പൊ ഇവിടെ ഹൊറിസോൺ ഉണ്ടെങ്കിൽ ഈ വശത്തും ഉണ്ടല്ലേ. ഇതാണ് ഹൊറിസോണ്ടൽ ലെവൽ എന്ന് പറയുന്നത്. ഇപ്പൊ രാവിലെയും വൈകുന്നേരം എന്നാ പറ്റും? സൂര്യൻ ഇവിടെയാ, ഏറ്റവും അകലെയാ, ഇവിടെ നിൽക്കും. വൈകുന്നേരവും ആകുമ്പം ഇവിടെയാ, ഏറ്റവും അകലെയാ. അപ്പൊ എന്നാ പറ്റും? ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ള ആര് മാത്രമേ വരുള്ളൂ? റെഡ് മാത്രമേ വരുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സ്കാറ്റർ ചെയ്ത് പോകും, ഭൂമിയിൽ എത്തില്ല. പക്ഷെ നൂൺ ആകുമ്പോ എന്നാ വെച്ചാല് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരും. അപ്പം നമുക്ക് ചുറ്റും എന്തുണ്ട്? നമ്മൾ പറഞ്ഞ പോലെ ഇതിന് ചുറ്റും നമുക്ക് എന്നാ ഉണ്ട്? അറ്റ്മോസ്ഫിയർ ഉണ്ടല്ലേ. ഈ അറ്റ്മോസ്ഫിയറിലോട്ട് എല്ലാ കളറും വരും. അപ്പം ഏറ്റവും ഇവിടെ വന്നു കഴിയുമ്പോൾ എന്നാ പറഞ്ഞാല് നീലയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് സംഭവിക്കുന്നത്. ഇവിടെ എല്ലാം സ്കാറ്ററിങ് നടന്ന് നീല നിറം ഇങ്ങനെ തെളിഞ്ഞ് കിടക്കും. അപ്പം ഉച്ച സമയത്ത് ബ്ലൂ കളറായിരിക്കും സ്കൈക്ക്, മോർണിംഗിലും ഈവനിങ്ങിലും റെഡ് കളറായിരിക്കും. അപ്പൊ മനസ്സിലായോ? മനസ്സിലായി. രാവിലെയും വൈകുന്നേരവും ഏറ്റവും അകലെ നിന്ന് വരുന്ന ഏറ്റവും വേവ് ലെങ്ത് ഉള്ള റെഡ് കളർ മാത്രമേ നമ്മുടെ കണ്ണിലെത്തുകയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം സ്കാറ്ററിങ് നടന്ന് ഇവിടെ എത്തില്ല. ഓക്കെ, ഇൻ മോർണിംഗ് ആൻഡ് ഈവനിങ് the sun is at the largest distance below to the horizon and the color which has the maximum wavelength only reaches to our earth or our ice or our atmosphere. So we can see that the sky is in red color at evening and morning. But in noon time, at the moon time, the sun is at the closest distance from the earth. Page number 143 ഏറ്റവും താഴെ പടം കിടപ്പുണ്ട്. Then the light which reaches to our atmosphere, which are undergoing scattering, and the maximum scattering is occurred for the light which has less wavelength. So the violet, indigo, blue are scattered maximum. അത് ശരിക്കും പറഞ്ഞാൽ വേവ് ലെങ്തിന് വിപരീത അനുപാതമായിട്ടാണ് സ്കാറ്ററിങ് നടക്കുന്നത്. അങ്ങനെ ഓർത്താലും മതി. മനസ്സിലായോ? അപ്പൊ നീലയ്ക്കായിരിക്കും ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത്. അറ്റ്മോസ്ഫിയറിലെ പൊടിയിൽ ഇതെല്ലാം തട്ടിയേച്ച് ബ്ലൂ ഹാസ് ദ മാക്സിമം സ്കാറ്ററിങ്. സോ ദ സ്കൈ ഈസ് വിസിബിൾ ആസ് ബ്ലൂ ഇൻ കളർ. മലയാളത്തിലൊന്ന് പറയാം. രാവിലെയും വൈകുന്നേരവും സൂര്യൻ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെയാണ്, അല്ലെ ചക്രവാളത്തിന് താഴെ എങ്ങാണ്ട് കാണപ്പെടും.
അപ്പോൾ അവിടെ നിന്ന് നമ്മളുടെ കണ്ണിലേക്ക് വളരെ ദൂരം അല്ല ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്താലേ എത്തുള്ളൂ. അങ്ങനെ ഏറ്റവും കൂടുതൽ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് എത്തുമ്പോൾ ഏറ്റവും വേവ് ലെങ്ത് കൂടിയ റെഡ് മാത്രമേ എത്തുള്ളൂ. അതുകൊണ്ടാണ് രാവിലെയും വൈകുന്നേരവും ആകാശം ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത്. ഉച്ച സമയത്ത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്നു. വെള്ളം കുടിക്കും കേട്ടോ ഇടയ്ക്ക്, സോറി. ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എല്ലാ കളറുകളും ഭൂമിയിൽ വരുന്നുണ്ട്, അല്ലെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത് ആർക്കാണ്? നീല, വയലറ്റ് ഇന്ത്യ നീല എന്ന വേവ് ലെങ്ത് കുറഞ്ഞവയ്ക്കാണ്. അപ്പൊ അതെല്ലാം അന്തരീക്ഷത്തിലെ പൊടിയിലും അന്തരീക്ഷത്തിലെ എന്നാ പറഞ്ഞ പാർട്ടിക്കിളിലും അല്ലെ അന്തരീക്ഷത്തിലെ ഈ ഗ്യാസ് മോളിക്യൂളിലൊക്കെ തട്ടി സ്കാറ്റർ ചെയ്തിട്ട് ആകാശം മുഴുവൻ നീല കളറിൽ സ്കാറ്ററിങ് സംഭവിക്കും. ഇവിടെ നടക്കുന്നത് ഇറഗുലർ സ്കാറ്ററിങ് അല്ലെ. കൃത്യം ഒരു ഡയറക്ഷനോട്ട് തന്നെ സ്കാറ്റർ ചെയ്യുന്ന പറയാൻ പറ്റുമോ? ഇല്ല. എങ്ങോട്ട് വേണേലും പോകും. അതാണ് ആ പേജ് 142 ഫിഗർ 6.14 തന്നേക്കുന്നുണ്ടോ? തട്ടിത്തടിച്ച് ഒരു പാർട്ടികളെ ഇടിച്ച് അടുത്ത പാർട്ടികളെ ഇടിക്കും, അത് വീണ്ടും അങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചിടിച്ച് അവിടെ നിരന്ന് കിടക്കും. ഇപ്പം നമുക്കിവിടെ കുറെ പാർട്ടിക്കിൾ ഉണ്ടെന്ന് വരും. ഇപ്പൊ അറ്റ്മോസ്ഫിയർ മാത്രമായിട്ട് ഞാൻ ഇങ്ങോട്ടൊന്ന് മാറ്റി വരയ്ക്കാം. ഈ ഒരു അറ്റ്മോസ്ഫിയർ ഞാൻ ഇങ്ങ് വരച്ച് കാണിക്കാം. ഇത്രയാണ് നമ്മുടെ അറ്റ്മോസ്ഫിയർ എന്നിരിക്കട്ടെ. അപ്പൊ ഇവിടെ ഒരു പാർട്ടിക്കിൾ, ഇവിടെ പാർട്ടിക്കിൾ, ഇതെല്ലാം പാർട്ടിക്കിൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക. കണ്ട? അപ്പം ഒരു സൺലൈറ്റ് ഇവിടെ മോളിൽ നിന്ന് വന്ന് ഇതേ വന്ന് ഇടിച്ച അത് വീണ്ടും ഇങ്ങോട്ട് ഇടിച്ച ഇതേ സ്കാറ്റർ ചെയ്ത് അല്ലേ. ഇതേ ഇടിച്ച് ഇങ്ങ് പോയി, ഇതേ ഇടിച്ച് ഇങ്ങ് പോയി, ഇതേ ഇടിച്ച് ഇങ്ങ് പോയി, ഇത് കുറച്ചിടിച്ച് അങ്ങ് പോയി, കുറച്ചിടിച്ച് ഇങ്ങ് പോയി, ഇങ്ങ് പോയി, ഇങ്ങ് പോയി, ഇങ്ങ് പോയി. ഇതുവരെ വേറൊരു നീല ഇവിടെ വന്ന് ഇടിച്ച് ഇങ്ങനെ 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 ഇറഗുലർ സ്കാറ്റർ. അപ്പൊ മൊത്തത്തിൽ ഞാൻ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഏത് കളർ കാണും? മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ഏത് കളറാണ്? വയലറ്റ്, നീല. ഇതെല്ലാം ചേർത്ത് ഒരു ബ്ലൂ കളർ ആകാശത്തിന് കാണപ്പെടും. ആക്ച്വലി സ്കാറ്ററിങ് ഇവിടെ നടക്കുന്ന ഏതാണ്? ഇറഗുലർ സ്കാറ്ററിങ് ആണെന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ. അതുപോലെ കുറച്ചിങ്ങ് കടന്നു പോരും അല്ലെ. മുഴുവൻ ലൈറ്റ് ഇടിച്ചു നിൽക്കുമെന്ന് പറയല. കുറച്ച് കടന്നു പോരും, കുറച്ച് ഇടിച്ചു തിരിയും, അല്ലെങ്കിൽ റിഫ്ലക്ഷൻ, പ്രതിഫലനം നടക്കും. അതാണ് ആ പേജ് നമ്പർ 142 ആ കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. സ്കാറ്ററിങ് ഈസ് ദ ചേഞ്ച് ഇൻ ഡയറക്ഷൻ ബ്രോട്ട് ഔട്ട് ബൈ ഇറഗുലർ ഓർ പാർഷ്യൽ റിഫ്ലക്ഷൻ. ഇപ്പൊ സ്കാറ്ററിംഗ് എന്ന് പറഞ്ഞാലാണ് ചേഞ്ച് ഇൻ ഡയറക്ഷൻ. സൺലൈറ്റിന്റെ അല്ലെ ലൈറ്റിന്റെ ഡയറക്ഷൻ മാറുന്നതിനെയാണ് സ്കാറ്ററിംഗ് എന്ന് പറയുന്നത്. അത് എന്ത് മൂലമാണ്? ബൈ ഇറഗുലർ ഓർ പാർഷ്യൽ റിഫ്ലക്ഷൻ. അതിന്റെ മലയാളം എന്നായിരിക്കും? കൃത്യമല്ലാത്തതായിരിക്കും. ഇറഗുലർ അല്ലേ, ഒരേപോലെ അല്ലെ, കൃത്യമല്ലാത്ത സ്കാറ്ററിംഗ് നടക്കും. അതുപോലെ പാർഷ്യൽ എന്ന് പറഞ്ഞാൽ മുഴുവൻ സ്കാറ്ററിംഗ് നടക്കില്ല, പകുതി സ്കാറ്ററിംഗ്. ഇത് രണ്ടും നടക്കുന്നത് കൊണ്ട് എന്നാ പറ്റും? അന്തരീക്ഷം നീല നിറത്തിൽ കാണപ്പെടും. അതിന് താഴത്തെ ഫിഗർ 6.15 കണ്ടോ? അത് പരീക്ഷയ്ക്ക് അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചോദിക്കാറുണ്ട് ചില അവസരങ്ങളിൽ. വായിച്ചേ. വാട്ടർ ഈസ് ടേക്കൺ ഇൻ എ ബീക്കർ. Water is taken in a beaker as shown. Allow light from a torch to fall on the water from one side of the beaker. The light emerging from the beaker is focused on a white screen. Sodium thiosulfate is dissolved in water in the beaker at the rate of 2 grams per liter. Add 1 or 2 drops of hydrochloric acid to the water in the beaker. Observe the gradual change in the color of the light in the solution and on the screen. Sorry. അതായത് നമ്മള് ഒരു എന്നാ പറയണേ, ഒരു ബീക്കർ എടുത്തല്ലേ. നമുക്ക് വേണമെങ്കിൽ ആ എക്സ്പെരിമെന്റ് വേണേ വീഡിയോ ആയിട്ടൊന്ന് കണ്ടാലോ? എനിക്ക് തോന്നുന്നു അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. എന്നു വെച്ചാലേ സ്കാറ്ററിങ് നടന്നിട്ടേ ബാക്കിയെല്ലാം കളർ പോയിട്ട് അവസാനം റെഡ് മാത്രമേ പുറത്തു വരുള്ളൂ.
ഒരു മിനിറ്റ്, നെറ്റ് സ്ലോ ആയതുകൊണ്ട് വീഡിയോ ലോഡാകാൻ ഇച്ചിരി താമസമൊക്കെ എടുക്കും. നിങ്ങൾക്ക് സ്ക്രീൻ കാണാവോ ഇപ്പം? പിന്നെ നിങ്ങൾ കാണണേ? ഇല്ല, കാണത്തില്ല. അത് നേരത്തെ ബ്ലൂ കളർ ഫോം ചെയ്യേണ്ട ഫിഗറും ഇതൊക്കെയാണ്. ഇപ്പൊ എന്നാ കാണണേ? ഇപ്പോഴും വന്നില്ല. ഇപ്പോഴോ? ഇല്ല, കറുത്ത സ്ക്രീൻ വന്നോ? ഇപ്പോഴോ? ഇല്ല, വന്നില്ല. വരുമ്പം പറയണേ. വന്നില്ല. ഇതിപ്പം അതിനകത്തേക്ക് ഒന്നൂടെ വരാം കേട്ടോ. 1 സെക്കൻഡ്. ഇതിപ്പോ ആദ്യത്തെ എക്സ്പെരിമെന്റ്. അതിലേക്ക് അദ്ദേഹം സോഡിയം തയോസൾഫേറ്റ് ഒഴിച്ചു. 1 ലിറ്ററിലേക്ക് 2 ഗ്രാം വെച്ച്. ഇപ്പൊ സാധാരണ രീതിയിലുള്ള ഇമേജ് തന്നെ അപ്പുറേ കിട്ടി. അത് കഴിഞ്ഞ് വെച്ച് HCl ഒഴിച്ചു. ആ കറങ്ങുന്ന HCl ഒഴിച്ച് കറക്കിയപ്പോൾ ഉള്ള ബബിൾസ് ആട്ടോ. കണ്ടോ? കളർ മങ്ങുന്ന കാണാവോ? മങ്ങുന്നതായിട്ടാണോ? ഒരു റെഡിലേക്ക് തന്നെ കണ്ടോ? ഒരു സായാഹ്നത്തിന്റെ കളറിലേക്ക് തന്നെ കണ്ടോ? കണ്ടോ? ശരിക്കും ഒരു ഈവനിങ് പോലെ കാണാൻ പറ്റിയില്ലേ? ഒരു കടൽ തീരം റെഡിഷ് ആയ പോലെ വന്നില്ലേ? യെല്ലോ, ഓറഞ്ച്, റെഡ് അങ്ങോട്ടാ വന്നെ കേട്ടോ. അവസാനം അത് റെഡിലേക്ക് വരും. മനസ്സിലായോ? എന്നെ അവിടെ സംഭവിച്ചത്? മനസ്സിലായി. എന്നെ അവിടെ സംഭവിച്ചത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതിനകത്ത് തന്നെ പറ്റി നിറയും പാർട്ടിക്കിൾസ് ഉണ്ടായി. കൊളോയിഡൽ സൾഫർ പാർട്ടിക്കിൾസ് ഉണ്ടായി. ഏത് പാർട്ടിക്കിളാണ്? സൾഫറിന്റെ പാർട്ടിക്കിളുകൾ ഉണ്ടായി. അപ്പൊ ഈ സൾഫറിന്റെ പാർട്ടിക്കിളിൽ സംഭവിച്ച് സ്കാറ്ററിങ് നടന്നു. മനസ്സിലായോ? വേവ് ലെങ്ത് കുറഞ്ഞതെല്ലാം അതിനകത്ത് സ്കാറ്റർ ചെയ്തു പോയി. പിന്നെ ഏതേ പുറത്ത് നമ്മൾ കാണുകയുള്ളൂ? റെഡ്. അതല്ലേ ആ പടത്തിൽ വരച്ചു വെച്ചേക്കുന്നത്? നോക്കി, ഫിഗർ 6.15. സാറേ ഒരു സംശയം ചോദിച്ചു. അപ്പൊ സാറേ നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കാതെ സോഡിയം ഒഴിക്കുവാണെങ്കിൽ റെഡ് ഫോം ചെയ്തില്ലേ? ഇല്ല. റിയാക്ഷൻ നടക്കണമെങ്കിൽ സോഡിയം തയോസൾഫേറ്റിന്റെ കെമിക്കൽ ഫോർമുല എഴുതാൻ അറിയാവോ? അതൊക്കെ എഴുതി നോക്കണം. സോഡിയം തയോസൾഫേറ്റില് HCl ഒഴിച്ച് കഴിയുമ്പം അതിനുണ്ടാകുന്ന പ്രൊഡക്റ്റ് ആണ് ഇത്? ഈ പറയുന്ന കൊളോയിഡൽ സൾഫർ പാർട്ടിക്കിൾ. മനസ്സിലായോ? സോഡിയം തയോസൾഫേറ്റ് HCl ആയിട്ട് റിയാക്ഷൻ നടന്ന എന്നാ ഉണ്ടാകും? കൊളോയിഡൽ സൾഫർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ സൾഫർ പാർട്ടിക്കിൾ തട്ടിയാണ് എന്നാ സംഭവിക്കുന്നത്? സ്കാറ്ററിങ് നടക്കുന്നത്. അപ്പൊ കുറെ നേരം ഈ സൾഫർ പാർട്ടിക്കിൾ ഇങ്ങനെ വെച്ചോണ്ടിരുന്ന അവസാനം കണ്ടോ ഇരുട്ടായി പോയത്? അവസാനം ഈ പാർട്ടിക്കിൾ എല്ലാം വലുതായി ലൈറ്റ് കടന്നു പോകാത്ത അവസ്ഥയാവും. മനസ്സിലായോ? സോഡിയം തയോസൾഫേറ്റ് ഒഴിച്ചപ്പോ ആക്ച്വലി നമ്മൾ എന്നാ കാണുന്നത്? സാധാരണ ലൈറ്റ് കാണും. അതിനകത്തേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുമ്പോ എന്നാ കാണും? റെഡ് ലൈറ്റ്. അത് വേണം 2 രീതി പറയാം. ആദ്യം ഒരു ഇച്ചിരി ഒഴിക്കുമ്പോണെങ്കിൽ ചിലപ്പോൾ നീലിയൊക്കെ കാണാം. പക്ഷെ ഈ പറയുന്ന പോലെ നന്നായിട്ട് റിയാക്ഷൻ നടന്ന് എന്നാ പറ്റും? ഈ സൾഫർ പാർട്ടിക്കിൾ ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അപ്പുറം ഏത് മാത്രമേ വരുള്ളൂ?
ഹൈഡ്രോ അല്ലെ, സൾഫറിന്റെ പാർട്ടിക്കിളിന്റെ സൈസ് കൂടുന്നതനുസരിച്ച് ഏത് മാത്രമേ അപ്പുറം വരുള്ളൂ? റെഡ് കളർ മാത്രമേ അപ്പുറം കിട്ടുള്ളൂ അല്ലേ? മനസ്സിലായി? അപ്പോൾ ഒരു എക്സ്പെരിമെന്റ് ആയിട്ട് ചോദിച്ചാൽ എഴുതിക്കോണം. റെഡ് കളറാണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. റെഡ് കളർ എന്ന് പറഞ്ഞാൽ അവസാനം വേവ് ലെങ്ത് ഏറ്റവും കൂടിയവന്മാരുടെ കോമ്പിനേഷൻ ഏതിൻ്റെയൊക്കെയാണ്? യെല്ലോ, ഓറഞ്ച്, റെഡിന്റെ കോമ്പിനേഷൻ ആയിരിക്കും. ഫൈനൽ കളർ കിട്ടുന്നത് റെഡ് ആയിരിക്കും. ഇനി ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, വേവ് ലെങ്ത് ആയിട്ട് വിസരണം അല്ലെങ്കിൽ സ്കാറ്ററിങ്ങിനുള്ള ബന്ധമാണ്. ഏത് കളറാണ് ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത്? ഇപ്പം വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്. ഇതില് തട്ടിത്തെറിക്കുന്നത് അല്ലെങ്കിൽ സ്കാറ്ററിങ് ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് വയലറ്റിനാണ്. വയലറ്റ്, ഇൻഡിഗോ, നീലക്കാണ് സ്കാറ്ററിങ് കൂടുതൽ അല്ലേ? സ്കാറ്ററിങ് കൂടുതൽ. അതിനാണ് എന്ത് ഏറ്റവും കുറവാണ്? ആർക്ക്? വേവ് ലെങ്ത് അല്ലേ? വേവ് ലെങ്ത് വരയ്ക്കുവാണെങ്കിൽ തിരിഞ്ഞ് താഴത്തോട്ടല്ലേ? റെഡിനാണ് ഏറ്റവും വേവ് ലെങ്ത് ഓർ തരംഗ ദൈർഘ്യം. അപ്പം തരംഗ ദൈർഘ്യം അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടിയതിന് സ്കാറ്ററിങ് കുറവും, തരംഗ ദൈർഘ്യം കുറഞ്ഞതിന് സ്കാറ്ററിങ് കൂടുതലുമായിരിക്കും. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, വൈകുന്നേരം സൂര്യനിൽ നിന്ന് എന്ത് ഇവിടെ എത്തുന്നത്? റെഡ് ഇവിടെ എത്തുന്നത്. ബാക്കിയെല്ലാം സ്കാറ്റർ ചെയ്ത് പോകും. ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളവ മാത്രമേ എവിടെ എത്തുള്ളൂ? നമ്മുടെ കണ്ണിലെത്തുള്ളൂ. അതാണ് റീസൺ. ഇതിൻ്റെ രാവിലെയും വൈകുന്നേരവും അല്ലേ? അതിന് ശേഷമല്ലേ പറഞ്ഞിരിക്കുന്നത്? നോക്കിയേ പേജ് നമ്പർ 143. അതിന്റെ ശേഷമാണ് അത് പറഞ്ഞിരിക്കുന്നത് അല്ലേ? 143 പറഞ്ഞിരിക്കുന്നത്. ഇനി തൊട്ടപ്പുറത്തെ പേജ് എടുത്തേ, ഓരോ പോയിന്റ് വായിച്ചേ. വിച്ച് ആർ ദ ഓഷ്യൻസ് ഉള്ളത്? ഹൈഡ്രോളിക് ആസിഡ്. അത് വായിക്കണോ ഇനി? അത് മനസ്സിലായില്ല? അത് മനസ്സിലായി. അടുത്ത പേജാണോ? അതാണ് അതിന്റെ സ്കാറ്ററിങ്ങിന്റെ ഓർഡറാണ് ഞാൻ പറഞ്ഞത്. വേവ് ലെങ്ത് കൂടിയവയ്ക്ക് സ്കാറ്ററിങ് കുറവായിരിക്കും അല്ലേ? അതുകൊണ്ടാണ് റെഡ് വന്നത്. എത്ര തവണ ഞാൻ പറഞ്ഞു? മുമ്പേ പറഞ്ഞായിരുന്നല്ലോ അത്. അല്ല, മനസ്സിലായി. ഏതാ വായിക്കണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട് 3 ചോദ്യമുണ്ട്. അന്തരീക്ഷത്തിന്റെ ചോദ്യങ്ങൾ 144 ഏറ്റവും മുകളിൽ കണ്ടോ? Which are the occasions when sunlight has to travel greater distance through the atmosphere before reaching the eye of an observer on the earth? ഓഷ്യനും ഇതൊക്കെ നമ്മൾ നീല നിറത്തിൽ കാണിപ്പെടും, അല്ല വയലറ്റ് ആയിരിക്കും അല്ലേ? Which are the occasions when sunlight has to travel greater distance through atmosphere before reaching the eyes of an observer on earth? അതിന്റെ ഉത്തരം അറിയാവോ? മോർണിംഗും ഈവനിംഗും ആണോ? Which are the occasions when the sunlight has to travel greater distance through the between? Yes, at the morning and evening. ശരിയല്ലേ? അല്ല, ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് എപ്പോഴാണോ? അതാ നമ്മൾ മുമ്പേ പറഞ്ഞ ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഓരോ പോയിന്റ് അവിടെ എഴുതി വെച്ചിരിക്കുന്ന. അടുത്ത് നോക്കിയേ. As sunlight passes through the atmosphere, which color in it undergoes maximum scattering? Which color? ഏറ്റവും കൂടുതൽ സ്കാറ്ററിങ് നടക്കുന്നത് ആർക്കാണ്? ഏറ്റവും കുറവ് നടക്കുന്ന ആർക്കാണ്? കൂടുതൽ നടക്കുന്ന വയലറ്റിന്, കുറവ് നടക്കുന്ന റെഡ്. The maximum for violet and minimum for red. അടുത്തത്, when the light reaches the observer after traveling a long distance through the atmosphere, which color reaches the eye? What is the ഏത് reason? കളർ നമ്മുടെ കണ്ണിലെത്തും? റെഡ്. അടുത്തത് മുമ്പേ എഴുതി തരണം എന്ന് പറഞ്ഞതിന്റെ ഉത്തരം അവിടെ കിടപ്പുണ്ട് കണ്ടോ? ഡ്യൂറിങ് സൺറൈസ് ആൻഡ് സൺസെറ്റ്
Light reaching us from the horizon has to travel long distance through the atmosphere. During this long journey, the color of shorter wavelength would be almost fully lost by scattering, and the only color red will be reaches to our earth or on our eyes. So we will see it as the red in color. അതല്ലേ ചോദിച്ചത് മുമ്പ് എന്നോട് ഒന്നുകൂടെ പറഞ്ഞു തരാമോന്നും? അതുപോലെ ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ട. ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടേതായ ഒരു സെന്റൻസ് എഴുതുക. ഞാൻ പറഞ്ഞതും പുസ്തകത്തിലുള്ള എല്ലാവരുടെ ചേർത്ത്, എന്നിട്ട് അതങ്ങ് പഠിച്ചാൽ മതി. ഓക്കെ. ഇനി സ്കാറ്ററിങ്ങിന്റെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മൾ പറയുന്ന ടിൻഡൽ എഫക്റ്റ് എന്ന് പറയും. ടൈഡൽ എഫക്റ്റ് എന്നാണ് അങ്ങനെയും പറയാറുണ്ടെന്ന് തോന്നുന്നു. ടൈഡൽ എഫക്റ്റ് എന്ന് പറയും. ടൈഡൽ എന്ന് പറയുന്നത് വേലിയേറ്റവും. ടിൻഡൽ എഫക്റ്റ് കേട്ടുണ്ടോ? ടിൻഡൽ എഫക്റ്റ് ഇല്ല. കണ്ടിട്ടും കേട്ടിട്ടും ഉണ്ടോ? ഈ നേരം വെളുക്കമ്പലേ നമ്മള് ഒരു കാട് പോലെയുള്ള സ്ഥലത്തോട്ട് നോക്കുക. റബ്ബർ തോട്ടം ഇല്ല അടുത്ത് റബ്ബർ തോട്ടം ഉണ്ടോ? പിന്നെ ഉണ്ട്. ഇപ്പൊ രാവിലെയും വൈകുന്നേരം ഒക്കെ ആകുമ്പോ എന്നാ പറ്റും? രാവിലെയാണ്, ഏർലി മോർണിംഗിലാണ്, മൊത്തം മഞ്ഞുണ്ടെന്ന് വെക്കുക. എല്ലാം ഇങ്ങനെ മരങ്ങൾ നിൽക്കുക. ഈ മഞ്ഞുണ്ടെങ്കിൽ ഈ മഞ്ഞെന്ന് പറയണത് പാർട്ടിക്കിൾ അല്ലേ? കൊളോയിഡൽ ഫ്ലൂയിഡ് അല്ലെ, കൊളോയിഡൽ പാർട്ടിക്കിൾ ഒക്കെ ഉണ്ടെന്ന് പറയാം. കൊളോയിഡൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതേ തട്ടി ഇങ്ങ് പോരുമ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടിട്ടില്ലേ, കൃത്യമായിട്ടൊരു വെള്ള വര പോലെ പ്രകാശം കടന്നു തന്നെ പല പല തൊടവഴി കടന്നു വരുന്നതായിട്ട് കാണപ്പെടും. ഇതിനെയാണ് നമ്മൾ എന്നാന്ന് പറയണത്? ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് അന്തരീക്ഷത്തിലുള്ള കൊളോയിഡൽ ഫ്ലൂയിഡ് അല്ലെ കൊളോയിഡൽ പാർട്ടിക്കിളില് കുഞ്ഞു പാർട്ടിക്കിളിൽ ലൈറ്റ് തട്ടിയേച്ച് അതിന്റെ വെള്ള കളർ തന്നെ ഇലുമിനേറ്റ് ചെയ്യും, തട്ടിത്തെറിക്കും. വെള്ള കളർ ഇങ്ങനെ തെറ്റിത്തെറിക്കുമ്പം അത് ഇതിലെയാണ് കടന്നു വരുന്നതെന്ന് കൃത്യമായിട്ട് കാണാം. കണ്ടിട്ടില്ലായിരിക്കാൻ സാധ്യതയില്ല. മഞ്ഞുള്ള ഏർലി മോർണിംഗ് എനിക്ക് തോന്നുന്ന ഒരു ഡിസംബറിലൊക്കെ ആണെങ്കിൽ വി ക്യാൻ സീ ഇറ്റ്. ഇപ്പൊ നിങ്ങൾ എന്നാ കാണുന്നേ? വൈറ്റ് സ്ക്രീനോ? ഒരു മിനിറ്റ് വെയിറ്റ്. വൈറ്റ് സ്ക്രീൻ. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തോ. കറങ്ങി തിരിഞ്ഞങ്ങ് വരട്ടെ. എനിക്ക് തോന്നണ എല്ലാവരും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ വല്ലതും കാണാവോ സ്ക്രീനില്? നിങ്ങൾക്കും റേഞ്ച് ഇച്ചിരി കുറവാ. ഇപ്പൊ കാണാം. കണ്ടാ? എന്നാ കാണണേ? കാണാം. ഇവിടെ വലുതാക്കി വെച്ചേക്കുന്ന എന്നാ? ലൈറ്റ് ഒക്കെ വന്നത്, പിന്നെ വണ്ടിയൊക്കെ പോണത്. ഓ, ഇത് മാത്രം പറ. ഞാൻ മൗസ് ഞാൻ പറഞ്ഞ ഒരു പറമ്പിലൂടെ ഇങ്ങനെ മഞ്ഞും ഇതൊക്കെയാണെങ്കിൽ അതേ തട്ടിയേച്ച് അതേലെ കൊളോയിഡൽ പാർട്ടിക്കിൾ തട്ടി ലൈറ്റ് ഇല്ലുമിനേറ്റ് ചെയ്യും. എലിമിനേറ്റ് അല്ല കേട്ടോടോ, ലൈറ്റ് ഇല്ലുമിനേറ്റൽ ഇൻ ദ ടൈനി പാർട്ടിക്കിൾസ് ഓഫ് ദ കൊളോയിഡൽ ഫ്ലൂയിഡ് ഓർ സസ്പെൻഷൻ ഇൻ ദ എയർ, ആൻഡ് ദാറ്റ് ഫിനോമിന ഈസ് കോൾഡ് ടിൻഡൽ എഫക്റ്റ്. ഇത് കണ്ടോ? നിങ്ങൾ കണ്ടിട്ടില്ല? വിമാനത്തിലൊക്കെ പോകുമ്പോഴേ നമുക്കിത് കൃത്യമായിട്ട് കാണാൻ പറ്റും. മേഘങ്ങൾക്കിടയിലൂടെ വന്നത്. ഈവൻ നോക്കിയേ, നല്ല മിസ്റ്റ് ഉള്ള സമയം അല്ലെ മഞ്ഞുള്ള സമയത്ത് വണ്ടിയൊക്കെ പോകുമ്പോഴും ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റിയല്ലേ ലൈറ്റ് കൃത്യം ഇതിലെയാ പോണേന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ പറ്റും. അങ്ങനെ നമ്മൾ കാണുന്നതാണ് ആക്ച്വലി ടിൻഡൽ എഫക്റ്റ്. മെയിൻലി ഞാൻ പറഞ്ഞ ഈ ഒരൊറ്റ എക്സാമ്പിൾ ഓർത്താൽ മതി. നമ്മൾ നല്ല പ്രകാശമുള്ള അല്ല നേരം വെളുക്കുമ്പോൾ നേരത്തെ ഏറ്റേച്ച് ഡിസംബർ മാസത്തിൽ നോക്കി കഴിയുമ്പോൾ റബ്ബർ തോട്ടത്തിലൂടെയൊക്കെ ലൈറ്റിങ് ഒരു പ്രത്യേക രീതിയിൽ പറന്നു തന്നെയാണ്. നല്ല പൊടിയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ സൂപ്പറായിട്ട് കാണാം. മനസ്സിലായോ? അതിനെയാണ് ടിൻഡൽ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയണ്ടല്ലോ. എന്നാണ് ടിൻഡൽ എഫക്റ്റ് പറഞ്ഞ്? When light ray passes through the colloidal fluid or solution, then it is illuminated by the small or tiny particle present in it, and it is called another Tyndall effect.
അടുത്ത ലാസ്റ്റ് ഹെഡിങ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാം. എന്താണ് ലൈറ്റ് പൊല്യൂഷൻ? അന്തരീക്ഷ മലിനീകരണം എന്നൊക്കെ പറയുന്ന പോലെ മറ്റൊരു സാധനമാണ് പ്രകാശ മലിനീകരണം. നമ്മളിപ്പോ ഒരു വലിയ ലൈറ്റ്, ഫ്ലഡ് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ചില സമയത്ത്, അല്ലെങ്കിൽ നോക്കി പുസ്തകത്തെ ഒരു പടം 145 കണ്ടിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് നമ്മൾ ഇലുമിനേഷനൊക്കെ കൊടുത്ത് ചിലപ്പം ചില ഉദ്ഘാടനം അല്ലെങ്കിൽ ആഘോഷങ്ങളൊക്കെ ആകാശത്തോട്ടൊക്കെ ലേസറൊക്കെ അടുപ്പിച്ച് ഇങ്ങനെ കളിക്കും അല്ലേ? ആക്ച്വലി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതായത് ഈ ചെറിയ ചെറിയ ജീവികൾ അങ്ങനെയുള്ളവരുടെയൊക്കെ അതൊരു പ്രോബ്ലമാണ്. പല പല ജീവജാലങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ആകാശം കാണാൻ നമുക്ക് പറ്റിയില്ല. സ്കൈ വാച്ച് ചെയ്യുന്നവർക്ക് ആകാശം നോക്കുമ്പോൾ ഇങ്ങനത്തെ ലൈറ്റ് ഒരുപാടാണെങ്കിൽ സ്കൈ കൃത്യമായിട്ട് കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ ഈ ദൂരത്തിൽ സഞ്ചരിക്കുന്ന അതിനെ പറഞ്ഞ ദേശാടന കിളികളില്ലേ, അവരൊക്കെ ഒരു പ്രത്യേക സമയത്തും പ്രജനന കാലത്തുമാണ് സഞ്ചരിക്കുന്നത്. അത് ഈ ലൈറ്റും സണ്ണിന്റെ വെട്ടത്തിനെയൊക്കെ ആസ്പദമാക്കിയാ പോകുന്നത്. അപ്പം അവർക്ക് അതിന്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമുക്കിപ്പോ ആലോചിക്കുക, എതിരെ വന്നെ വണ്ടി ഡിമ്മടിക്കാതെ നേരെ ഹെഡ്ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് ബ്രൈറ്റ് ആയിട്ട് അടിച്ചാലോ നമുക്ക് കണ്ണ് നന്നായിട്ട് കാണാൻ പറ്റില്ല. ഇതെല്ലാം എന്താണ്? ലൈറ്റ് പൊല്യൂഷൻ ആണ് അല്ലേ? അപ്പൊ ലൈറ്റ് പൊല്യൂഷൻ കുറയ്ക്കാൻ എന്നൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും? അതൊന്ന് പറയാവോ? അത് മറ്റേ എലിമിനേഷൻ ഒക്കെ കുറച്ചാ പോരെ, ലൈറ്റ് അങ്ങനെ ഉപയോഗിക്കുക. ലൈറ്റിന്റെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. പിന്നെ അത് മാത്രം ചെയ്താൽ മതി ആക്ച്വലി അല്ലേ? ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ കെടുത്തുന്നത് പോലും ഒരു ഉപകാരമല്ലേ അല്ലേ? അതുപോലെ ഹൈ ഇന്റൻസിറ്റി ഉള്ള ലൈറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക. എതിരെന്ന് ഒരു വണ്ടി വരുമ്പം എന്നാ ചെയ്യണം? വണ്ടി ഒന്ന് അല്ലെ ലൈറ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അപ്പം അതിനെക്കുറിച്ച് ഒരു ലേഖനം എഴുതുക, അല്ലെങ്കിൽ ഒരു കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് എഴുതുക എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കാം. എന്താണ് ലൈറ്റ് പൊല്യൂഷൻ ഓർ ഫോട്ടോ പൊല്യൂഷൻ? പ്രകാശ മലിനീകരണം എന്താണ്? അതിനെ എങ്ങനെയൊക്കെ ഒഴിവാക്കാം? ഒന്ന് പറഞ്ഞ്, എന്താണ് പ്രകാശ മലിനീകരണം, എങ്ങനെയൊക്കെ ഒഴിവാക്കാന്ന്? നിങ്ങൾ എന്നാ കാണുന്നേ? എന്നതാണ് കാണുന്നത്? ഹലോ, ഇപ്പൊ എന്നാ കാണുന്ന അലക്സ്? സ്ക്രീൻ കാണാവോ? വൈറ്റ് ബോർഡ്, വേറെ ഒന്നും കാണുന്നില്ല. ഗൂഗിളിന്റെ വൈറ്റ് അല്ലേ കാണുന്നേ? ഞാൻ ഒരു ഇമേജ് കാണിച്ചു തരാം. അത് തന്നെ. ലൈറ്റ് പൊല്യൂഷനിലൊക്കെ UK പുറം രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇച്ചിരി ചെരിച്ചല്ലേ വെക്കണേ. ഈവൻ ഇഫ് അതും അല്ലാതെ നമുക്ക് ഒരു ഫിഗർ തെളിഞ്ഞു വരും. നെറ്റാണ് ചതിക്കണം. ഇതേ നോക്കിയേ, ഇങ്ങനെ വെച്ചാൽ ഈ ലൈറ്റ് എന്നാ പറ്റും? എല്ലായിടത്തോട്ടും പോകും അല്ലേ? ആകാശം കാണാൻ പറ്റില്ല. അപ്പൊ എന്നാ ചെയ്യണം? നമ്മൾ ഫുള്ളി ഷീൽഡഡ് ആയിരിക്കണം നമ്മുടെ ലൈറ്റ്. ആവശ്യമുള്ളിടത്തോട്ട് മാത്രം അടുപ്പിച്ചാൽ മതി. അങ്ങോട്ട് പോയാലാണ് ഈ ദേശാടന കിളികൾക്ക് പ്രശ്നം. ആകാശം നന്നായിട്ട് കാണത്തില്ല. കണ്ടോ, ഇവിടെ ഒന്നും കാണത്തില്ല. വെരി ബാഡ്. പകുതി ബെറ്റർ. മൊത്തം താഴത്തോട്ടാക്കിയാലോ നന്നായിട്ട് വെട്ടം താഴെ കിട്ടുകയും കിട്ടും. ആകാശത്തിനൊരു പ്രശ്നം ഉണ്ടാവുകയും ചെയ്യല. ഈ പറയുന്ന ദേശാടന കിളികൾക്കൊന്നും ഒരു കുഴപ്പമില്ല. മനസ്സിലായി? സോ ആ പോയിന്റുകൾ നിങ്ങൾ എഴുതുക. വേറെ ഏതെങ്കിലും പോയിന്റുകൾ ടീച്ചേഴ്സ് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ പഠിക്കുക. ആക്ച്വലി ദിസ് ചാപ്റ്റർ ഈസ് ഓവർ. പിന്നെ ഒരു ഇന്റർനാഷണൽ ഡാർക്ക് ഡേ കണ്ടായിരുന്നോ? ഒരു സ്കൈ സ്കൂളിൽ പഠിച്ച ഒരു പെങ്കൊച്ച്, വിർജിനിയ സ്കൂളിൽ പഠിച്ച ജെന്നിഫർ ബാർലോ ഉണ്ടോ? ജെന്നിഫർ ബാർലോ
ആ കൊച്ച് എല്ലാ വർഷത്തെയും ഏപ്രിലെ ന്യൂ മൂണില്ലേ, ഏപ്രിൽ മാസം ആദ്യം ഉണ്ടാകുന്ന ചന്ദ്രൻ ഉദിക്കുന്ന ആഴ്ച, ആ ആഴ്ചയിലാണ് പൂർണ്ണചന്ദ്രനാണോ? ആ ന്യൂ മൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് തന്നെ, സൺ ഉദിക്കാൻ തുടങ്ങുമല്ലേ. ന്യൂ മൂൺ എന്ന് പറയുമ്പം അമാവാസി കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് പൂർണ്ണചന്ദ്രനല്ലല്ലോ, മറ്റേ ഏറ്റവും പ്രകാശം കുറഞ്ഞ ദിവസമാണ് ഉദ്ദേശിക്കുന്നത്, മനസ്സിലായോ? അങ്ങനെ ഉണ്ടാകുന്ന ദിവസം, ന്യൂ മൂൺ ഉണ്ടാകുന്ന ദിവസം ഇന്റർനാഷണൽ ഡാർക്ക് സ്കൈ ഡേ അല്ലെങ്കിൽ സ്കൈ വീക്ക് ആയി ആയിരിക്കും. ഇത് നമുക്കിതില്ല, പക്ഷെ ആ സമയത്ത് മറ്റു രാജ്യങ്ങളിലൊക്കെ എന്നാ വെച്ചാൽ ഈ പരമാവധി ലൈറ്റ് പൊല്യൂഷൻ കുറയ്ക്കാൻ ശ്രദ്ധിക്കും, മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചിലപ്പം കാണും ദേശാടനക്കിളി അതിലേ തെറ്റി ഇതിലേ തെറ്റി, ഇന്നാൾ ഒരെണ്ണത്തിന് എവിടെയോ കിട്ടി, ഒരു കഴുകനെങ്ങാണ്ട് വന്നില്ലേ, നമ്മുടെ ഇവിടെ അല്ലടോ, പത്രത്തെ ഉണ്ടായിരുന്നല്ലോ, ഒരു വലിയ കഴുകൻ എവിടെയോ വന്ന് അതിനെ പിടിച്ചു കെട്ടി അവസാനം തിരുവനന്തപുരത്ത് എങ്ങാണ്ടോട്ട് സൂമിലോട്ട് പോകും, കാട്ടിലോട്ട് എങ്ങാണ്ട് വിടണം എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ല? അത് ഇടയ്ക്കിടയ്ക്ക് പത്രം വായിക്കുന്ന നല്ലതാ. ജീവിക്കാത്തൊക്കെ കാണിച്ചായിരുന്നല്ലോ പെരുമ്പാമ്പ്. കണ്ടോ കളർ മാറി മാറി പോയ, കണ്ടോ റെഡായത്. Is the rhythm of day, light are embedded in the biological makeup world. സൂര്യൻ ഉദിച്ച് കണ്ടോ, ചുവപ്പ് നിറം വന്ന് വീണ്ടും അങ്ങോട്ട് ഹൈ സ്പീഡിലാക്കിയേക്കുന്ന. ഓ സ്റ്റക്ക് പോയി. അവസാനം വന്ന് അങ്ങ് പോയി, സൂര്യൻ താന്ന് വീണ്ടും റെഡ് കളറായി, രാത്രിയായി കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിൽ ഈ പറയുന്നത് പോലെ സ്റ്റാറുകൾ ഇതെല്ലാം ഉണ്ട്. വളരെ കൃത്യമായ ആകാശങ്ങളൊക്കെ വീക്ഷിക്കാം. നമ്മളിങ്ങനെ വീക്ഷിച്ച് വരുമ്പോ കണ്ടോ വെട്ടം തന്നെ കണ്ടോ? ദാറ്റ് ഈസ് ബൈ ലൈറ്റ്. കണ്ടോ? എന്താ കാരണം? ഇതുപോലെയുള്ള മെട്രോപൊളിറ്റൻ സിറ്റി, ഈ സിറ്റിയുടെ പടാ നിങ്ങളുടെ പുസ്തകത്തെ കിടക്കണത്. ആക്ച്വലി ഈ സിറ്റിയുടെ പടം മേ ബി ലണ്ടൻ ആയിരിക്കും. വണ്ടി എല്ലാവരും കൂടി കെട്ടിടത്തിലേക്കുള്ള ലൈറ്റ് എല്ലാം ഇട്ട് ആകാശത്തിൽ ഒരുമാതിരി ഓറഞ്ച് കളറായിട്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, എനർജി അബ്യൂസ് ഇൻ സ്പേസ്. ഈ സ്പേസില് സ്റ്റാറുകളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടി അവിടെ പോയി കഴിഞ്ഞാൽ ഇമാതിരി ലൈറ്റ് കണ്ടോ. മുകളിൽ നോക്കുമ്പോൾ ഭൂമിയുടെ അവസ്ഥ നോക്കി. ആ കാണുന്നതെല്ലാം ഓരോ നഗരങ്ങളായിരിക്കും, മനസ്സിലായോ? ബാക്കിയെല്ലാം ആൾക്കാര് പാർപ്പിടമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കുറവായിരിക്കും. ഇതൊരു പുഴ വല്ലതും ആയിരിക്കും, മനസ്സിലായോ? അപ്പൊ അതിന്റെ തീരത്തെല്ലാം ഇങ്ങനെ ഉണ്ടാവും. അപ്പം ഡാർക്ക്നെസ് നഷ്ടപ്പെടും, സ്പീഡ് ഓഫ് ലൈറ്റ് അനുസരിച്ച് ഇങ്ങനെ ഉണ്ടോ. ദേശാടന കിളികൾ കണ്ടോ, ഇവരിങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ മൈഗ്രേഷൻ ഇത് ബാധിക്കുന്നേ. റാൻഡം ആയി കണ്ടോ, പല ഡയറക്ഷൻ ലൈറ്റ് ഇരിക്കുമ്പോൾ എല്ലാം പല പല ഡയറക്ഷനിലേക്ക് പോകും. ശരിക്കും ഒരു ലീഡർ മുമ്പിൽ പോയേച്ച് അവന്റെ പുറകെയാണ് എല്ലാരും വരേണ്ടത്. കണ്ടോ, ഇതിപ്പോ ആമ അങ്ങനെയുള്ള സാധനത്തിനാണ്, ഈ സാധനങ്ങൾക്ക് ഇത് രാത്രി ഏതാ പകൽ ഏതാന്ന് പോലും ചിലപ്പം തിരിച്ചറിയാൻ പറ്റില്ല. കടൽ തീരത്ത് അല്ലെങ്കിൽ ഓഷ്യന്റെ സർഫസിലാണെങ്കിൽ രാത്രി ഇര പിടിക്കുന്ന എന്തൊരു ജീവി ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ രാത്രിയിലും ഫുൾ ലൈറ്റാ, പകലും ഫുൾ ലൈറ്റാ. എന്നായി? സോ ലൈറ്റ് പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു വലിയതായ കാര്യം. നമ്മൾ ജലം പറയുന്ന പോലെ തന്നെയാണ്, മലിനമാക്കാതിരിക്കേണ്ട ഒരു സാധനമാണ് ലൈറ്റ്. ഒരുപാട് കണ്ണിലടിച്ചാൽ കണ്ണിന്റെ ലോസ്, കണ്ണിന് ക്യാൻസർ, ഇതെല്ലാം ഉണ്ടാവും. ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സാധനവും കൂടെയാണ്. അതായത് ആക്ച്വലി യൂണിവേഴ്സിന് ഒരു താളം ഉണ്ടല്ലേ. ഇത് കോളൊക്കെ കത്തിക്കുന്നതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന മലിനീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? അത് മുഴുവൻ ലൈറ്റ് തട്ടി സ്കാറ്റർ ചെയ്യും. നമ്മൾ ചിലപ്പം വായിച്ചിട്ടില്ല, ഡൽഹിയിലൊക്കെ പുക കാരണം വണ്ടി ഓടിക്കാൻ പറ്റിയില്ലെന്ന്. അതേലും കേട്ടിട്ടുണ്ടോ?
ഈശ്വര. അതൊക്കെ കേട്ടിട്ടുണ്ട്. എന്നാലും മഞ്ഞും പൊടിയൊക്കെ ആയിരുന്നപ്പോ പല പല പ്രശ്നം. അപ്പൊ ലൈറ്റിനായി സ്കാറ്റർ ചെയ്ത് അവിടെ മുഴുവൻ കിടക്കും. സോ ദർ ആർ മെനി പ്രോബ്ലംസ്. അതിനെക്കുറിച്ച് ഒരു റൈറ്റപ്പും കൂടെ എഴുതി ഇന്ന് പഠിപ്പിച്ചതിന്റെ മുഴുവൻ നോട്ടും എഴുതി നാളെ വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, റെക്കോർഡ് ചെയ്തത്